ആരെങ്കിലും പറ കാര്യം അടിക്കാൻ. ഓ എന്നെ കൂട്ടല്ലേ ഫ്രണ്ടില് അല്ലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോ ആരും മൈൻഡ് ചെയ്യൂല, മരിക്കുന്ന അറിയുമ്പോ എല്ലാരും വരും. സത്യമാണല്ലേ? പക്ഷെ നമ്മൾ മരിച്ചു കിടക്കുന്ന നേരത്തെ സേതു കയറി വന്നണ്ട, അത് നിങ്ങൾ ആരും കാണുന്നത്. അത് മാത്രമല്ല മള്ളി, ഇതുവരെ നമ്മൾ എന്ത് ചാറ്റിലിട്ടാലും തിരിച്ച് മറുപടി ഇല്ലടാ. ഒരു മരണം എന്ന് പറയുമ്പോഴത്തേക്ക് നിന്റെ തന്ത ചത്ത് ചുമ്മാ ഇരുന്നത്, വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കൂടെ ബാബുച്ചേട്ടൻ ഒന്നാമത് ചന്ദ്രൻ ഇതായിട്ടിരിക്കുക. ഇവര് നമ്മളെ ഹെൽപ്പ് ചെയ്ത ഞാൻ കാണാ അവസാനം ഒരുപാട് ഹെൽപ്പുകൾ ചെയ്ത്. അല്ല ഞാൻ പറഞ്ഞതാണ്. പിന്നെ മിനിഞ്ഞാത് TMGയുടെ വകയൊരു ഹെൽപ്പ് ഉണ്ടായിരുന്നു, കൊള്ളായിരുന്നത്. അല്ലല്ല, നീയാണ് ഈ സിറ്റിയില് പകുതി അടിക്കും കാരണം. ഈ സിറ്റില്ല അണ്ണ ഒന്നുകൂടെ അലച്ചത് പറഞ്ഞേ. ഈ സിറ്റില്ല ഈ നായിന്റെ എപ്പ വന്ന അന്ന് ചന്ദ്രൻ ഇത്ര ദേഷ്യമില്ല. ഇവിടുന്ന് ഇറങ്ങാൻ കണ്ട വിട്ടുപിരിയാൻ പറ്റാത്ത ബന്ധങ്ങളെ വിട്ടുപിരിയാൻ പറ്റാത്ത ബന്ധങ്ങളെ ഞാൻ അറിഞ്ഞോ. ചന്ദ്രൻ വരികയുള്ള ചന്ദ്രൻ വരിക ഉറപ്പാണ്. നാളെ നോക്കുമ്പോഴേ DGP ആയിട്ടൊക്കെ ഇരിക്കും ഇവിടുത്തെ പീടിയിൽ. നോക്കോ നീ ചന്ദ്രൻ വിളിക്കാറ് വേറെ കാക്കിലൊക്കെ ടയറുടെ പാലും കുടിച്ചിരിക്കും. മുച്ചോടെ മുടിഞ്ഞു പോണേ. ഓ പോവാടാ, കത്തി വെച്ച് ആരെ കുത്തി കൊല്ലാൻ പോണട്ടെ. പറഞ്ഞിട്ട് ഒരു കാര്യം പറയാനുണ്ട്. ഹലോ ബ്രോ. ഹലോ ആ ബ്രോ, ഞങ്ങൾ ആക്ച്വലി ഇന്ന് സിറ്റിന്ന് പോവായിരുന്നു. അപ്പൊ നമ്മള് ലാസ്റ്റ് 2 വാറും കാര്യങ്ങളും അടിയും വഴക്കൊക്കെ ആയിട്ടുണ്ടെന്ന് അറിയാം. അത് പേഴ്സണലി എടുക്കണ്ട, നിങ്ങൾ ബാക്കിയുള്ള ഇടത്തോടെ ഒന്ന് സംസാരിച്ചേരെ. ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഷോക്കായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഷോക്കായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു വാറിന്റെ ഇതിൽ എടുത്താൽ മതി. അതൊരു റോങ് ആയിട്ട് മനസ്സിൽ വെച്ചേക്കണ്ട. അപ്പനോടത്തൂടെ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ഓ പറഞ്ഞേക്കാം. ഈ വീട് പണ്ട് വിട്ട് തരാത്തിൽ വിഷമൊന്നും ഇല്ലായിരുന്നു പറയണം. കളവാൻ ഒരു കാല് കുഴിയിലാണ്, അത് മനസ്സിലാക്കണേ. അപ്പൊ പറഞ്ഞിരുന്നാ മതി. ഇതിന്റെ ഒരു ദേഷ്യം വെക്കല്ലേ പേഴ്സണലായിട്ട്. ഇവരുമായിട്ട് നമുക്ക് യാതൊരു ബന്ധമില്ല. ഇവനുമായിട്ടുള്ള നിങ്ങൾ ഡീൽ ചെയ്താൽ ഒരു കാര്യം പറയുന്നതിന്റെ ഇടയ്ക്ക് കയറിയിട്ട് കൊണ പറയണത് ഒരുമാതിരി കുണ്ണത്തരമാണ് കേട്ടോ. അന്ന് ഞാൻ കൊണ പറഞ്ഞില്ല, ഞാൻ ബ്രോ ഒന്ന് പേഴ്സണലായിട്ട് എടുക്കരുത് മാനിയായിട്ടാണ്. ഇവനെ കുറ്റം പറയാൻ പറ്റില്ല. ഇവൻ സീൽ ചെയ്യുമല്ലോ. ഇങ്ങനെയാണ് ഇവന്റെ സംസാരം. ഇവനടുത്ത് കൊണ്ടുപോരുത്. ഇത് നമുക്കറിയാം, നമ്മുടെ കാണുന്നൊരു കത്തിയിലെ ബീജം വിട്ടു കൊടുത്താലോ. ആടെ കുട്ട പറ. ആ വൈവെള്ള മനുഷ്യൻ തന്നെ. ജോസഫിന്റെ വീട്ടിലെ ബീജമൊക്കെ. ഹലോ സേതു, ഹലോ എന്തോ പറയൂ. ഹലോ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് കുറച്ച് ശോകമായി പോയി. എന്താണേലും സംഭവം കുറച്ച് പ്രശ്നമാണ്. അപ്പൊ പിന്നെ നമ്മുടെ അടുത്ത് വന്ന് ഇതുപോലെ ഇങ്ങനെ പറഞ്ഞതാണ് എന്താണെന്ന്, നമ്മുടെ സൈഡിൽ നിന്നുള്ള ഡിസിഷൻ എന്താണെന്ന് പറയാൻ പറഞ്ഞതാണ്. പക്ഷെ നമ്മൾ ഇനി എന്ത് ഡിസൈഡ് ചെയ്യാനാണ്? ഇങ്ങനെ വന്ന് ചോദിച്ച സ്ഥിതിക്ക് നമ്മൾ ഇനി ഇവിടെ നിൽക്കുന്നതിൽ കാര്യമില്ല. അതായത് ഇന്ന് ഇത് പറഞ്ഞ് സോൾവ് ചെയ്താൽ നാളെ വീണ്ടും ഇതും പൊക്കിക്കൊണ്ടുവരും.
എനിക്കങ്ങോട്ട് അതിലൊന്നും മനസ്സിലായി പോലില്ല ഏട്ടാ, പെട്ടെന്ന് ഇങ്ങനെ അവര് പറയുമ്പോ. ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങള് അൺഫെയർ ആയിട്ടുള്ള ഡിസിഷൻ ആണ് എടുക്കുന്നതെന്ന് അറിയാം. അൺഫെയർ ആണ്. പിന്നെ എന്ത് പറയാനാണ് അങ്ങോട്ട്? നമ്മൾ അൺഫെയർ ആണെന്ന് പറയാൻ പറ്റുമോ? അവരിങ്ങോട്ട് പറയാം അൺഫെയർ ആണ് ഞങ്ങൾ ചെയ്യുന്നത്, പക്ഷെ ചെയ്തേ പറ്റുള്ളൂ. അതാണ് ശരി ചെയ്യാനാ. നിങ്ങളുടെ ഗ്യാങ്ങിന്റെ കേസ് ഒന്നും പറഞ്ഞില്ലേ അവര്? ആർക്കറിയാം എപ്പോ എങ്ങോട്ടാണ് ദൈവത്തിനറിയാം. എപ്പോഴാ പിടിച്ച് കിണ്ടണേ അറിയത്തില്ലല്ലോ. അല്ല അവര് പറഞ്ഞത് ഏകദേശം നമ്മുടെ അത് പിന്നെ ശുഭം. അപ്പൊ നിങ്ങളുടെ പ്ലാൻ എന്താണ് ഇപ്പം? എന്ത് പ്ലാൻ? പിന്നെ ഈ സുഖം എവിടെ കൊറേ കണ്ടിട്ടൊക്കെ. ഈ വഴിക്കൊന്നും കാണാറില്ലല്ലോ. ഞാൻ ഇടയ്ക്കൊക്കെ വരാറുണ്ട്. നമ്മള് നിങ്ങളെ കൊറേ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ വേറെ വഴിയില്ലാത്തോണ്ട് ഇങ്ങനെ അവിടെ കോണ്ടാക്ട് ചെയ്ത്. ഓ കാര്യമായി. എത്തിയടാ എത്തി. അത് മതി എത്തിച്ച് അത്രേ ഉള്ളു. മറ്റവൻ വന്നില്ലേ രാമൻ പുളിക്കണ്ടം? നീ ഒരു പൊടി കടകതി കടാപ്പി. കണ്ണാപ്പി നിന്റെ പ്രശ്നം അല്ലാത്ത പ്രശ്നം നിനക്ക് അറിയാവുന്ന ഇടയ്ക്ക് നീ കുമ്മായൊക്കെ കഴുകി കളഞ്ഞായിരുന്നല്ലോ കണ്ണാപ്പി, പിന്നെ മാരി തേച്ചാ? ഇടയ്ക്ക് ഫുള്ള് സേതാണെന്ന് പറഞ്ഞ് മുണ്ടെടുത്തോണ്ടായിരുന്നു നടക്കണേ. ഗ്യാങ് ഹൗസിൽ ഗ്യാങ് മീറ്റിംഗിലൊക്കെ മുണ്ടെടുത്തോണ്ടാണ് വരണത്. എന്ത് ചെയ്യാനാ പിള്ളേരുടെ കാര്യം. മറ്റേ അതൊന്ന് കേട്ടോളൂ, എനിക്ക് ഭയങ്കര ആഗ്രഹം. നമ്മളെ എന്നെ ഒന്ന് മറ്റേ ഡ്രസ് ഷോപ്പിൽ നിന്ന് പിടിച്ചോണ്ട് വിസിൽ അടിച്ചിട്ട് വന്നിട്ട് അതൊന്നും അടിക്കാം. വിസിൽ അതൊന്നും അടിച്ചിട്ടോ. ഇപ്പൊ എന്റെ ഊത്ത് ശരിയല്ല, മനസ്സിലായോ? നിന്റെ മോന്ത വെച്ചിട്ട് നീയാണ് ഊതാൻ വിടുക. നീ ഒരു കാര്യം നീ ഊതുന്നതിന്റെ അത്ര ആരും ഊതിയ വരുവാടാ കണ്ണാപ്പി. നീ അങ്ങോട്ട് ഊത് ഊതാ നീയാടാ എടുക്കാൻ. നിനക്കാണ് ഊതാനുള്ള ഒരു കഴിവ്. കണ്ട അവന്റെ മോത്തെ മറ്റേ ഡിസൈൻ കണ്ടാലേ അറിയാം അവന് ഊതാൻ എടുക്കരാന്ന്. എടാ ഇവിടെ കണ്ടുപരിചയമുണ്ടെന്ന്. വിളിയൊക്കെ കേട്ടോ അവന്റെ വില്ലുമന്റെ. അതെ അതെ അതെ. അപ്പൊ നമ്മള് അവസാനമായിട്ടൊന്ന് കണ്ട് അപ്പൊ എന്താ നിങ്ങളുടെ പ്ലാൻ എന്താ? അടുത്ത പ്ലാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. പയ്യെ തീരുമാനിക്കാന്ന് വിചാരിച്ച്. നമ്മള് പെട്ടെന്ന് ചടന്നായിട്ട് കയറി ഒരിടത്ത് കയറിയിട്ട് പിന്നെ മാറുന്ന ഷോക്കാണ്. അപ്പൊ നമുക്ക് വെൽ സെറ്റിൽഡ് ആയിട്ട് ഇനി കളിക്കാൻ പറ്റുന്ന ഒരിടത്ത് കളിച്ചിട്ടേ കാര്യമുള്ളൂ. ഇപ്പൊ തന്നെ അറിയാലോ, നമ്മൾ കുറച്ച് സർവേഴ്സ് ഒക്കെ മാറിയതല്ലേ. ഇപ്പൊ നമ്മളിവിടെ വന്നിട്ട് നമ്മളിവിടെ അല്ലാതെ എങ്ങനെ കളിക്കാന്നുള്ള രീതിയിൽ തീരുമാനിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ഡിസിഷൻ വന്നത്. എനിക്ക് സത്യത്തിൽ മനസ്സിലായില്ല. സാധാരണ ഇവിടുത്തെ സിയോണിക്സുകളുടെ സൈഡിൽ നിന്ന് ഇങ്ങനത്തെ തീരുമാനങ്ങളൊന്നും ഉണ്ടാവാത്തതാണ്. എന്തുകൊണ്ടാണ് ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ തീരുമാനം എടുത്തത് എനിക്ക് ഒരു ഐഡിയ കിട്ടണില്ല. എടുക്കുമ്പോഴേ ഓരോരുത്തര് ഇൻബോക്സിലൊക്കെ പോയിട്ട് അവരെ തെറി വിളിക്കുന്നതൊന്നും അവർക്ക് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്നുള്ള കാര്യം പറഞ്ഞായിരുന്നു. അത് കംപ്ലീറ്റ്ലി അക്സെപ്റ്റബിൾ ആണ്. പക്ഷെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ലൈവിൽ എടുത്തു പറഞ്ഞാൽ അടുത്ത ദിവസം കൊണ്ട് അത് കൂടും. മനസ്സിലായി? അതായത് നമുക്കെതിരെ നിൽക്കുന്ന ആൾക്കാർ ഇത് ചെയ്തോണ്ടിരിക്കും. ഇത് അതുകൊണ്ട് ലൈവിൽ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് ലൈവിൽ പറഞ്ഞാൽ അടുത്ത ഓൺ ദ വെരി നെക്സ്റ്റ് ഡേ തൊട്ട് ഇന്റൻഷനലി ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും. അതുകൊണ്ട് നമ്മള് അതും ഇതിനൊരു സൊല്യൂഷൻ ഇല്ല ആ ഒരു കാര്യത്തിൽ എനിക്ക് കംപ്ലീറ്റ്ലി അവർ പറയണത് ഞാൻ എഗ്രി ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ പറയണത് പോലെ വ്യൂവർഷിപ്പ് ബേസിസിൽ ആൾക്കാർക്ക് അപ്പുറത്ത് ഇരുന്ന് സ്ട്രീം ചെയ്യുന്ന ആൾക്കാർക്ക് ഇങ്ങോട്ട് നമ്മൾ അപ്പുറത്ത് ഇരുന്ന് സ്ട്രീം ചെയ്യുന്ന ആൾക്കാർക്ക് ഇങ്ങോട്ട് നമ്മൾ കണ്ടന്റ്സ് ഇടുമ്പോഴും ഇതാക്കുമ്പോഴും ഇപ്പൊ സേതു തന്നെ ഹോണസ്റ്റ് ആയിട്ട് പറ, നമ്മൾ തമ്മിൽ ഒരുപാട് വട്ടം ഫൈറ്റ് എടുത്തിട്ടുള്ള കൂട്ടത്തിലുള്ള ആൾക്കാരാണ്. തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചോണ്ടിരുന്നവരാ നമ്മള്. അല്ല സേതു, ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത് പറഞ്ഞാൽ TV ആയിട്ട് സിറ്റുവേഷൻ എടുക്കുമ്പോൾ മാത്രമാണ് ഈ തള്ളക്ക് വിളി ഉള്ളത്.
ഏയ് അല്ല എല്ലായിടത്തും അതാ ഉണ്ട്. ഞാൻ പക്ഷെ പറഞ്ഞത് ഇവിടെ ആൾക്കാർ കൂടുതൽ കാണുന്നത് നമ്മുടെ POV ത്രൂ ആണെന്നല്ല ഉള്ളൂ. എല്ലായിടത്തും ഉണ്ട്. പക്ഷെ നമ്മൾ സ്ട്രീം ചെയ്യുന്ന സമയത്ത് കുറച്ച് ആൾക്കാരൊക്കെ കാണുന്നത് കൊണ്ട് അവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. അതിപ്പോ നിങ്ങളുടെ പ്ലേസിനും പലപ്പോഴും തോന്നിയിട്ടുണ്ടാവും. നമ്മൾ ഒരുപാട് ഓപ്പോസിറ്റ് നിന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മുമ്പ് വെച്ച് തന്നെ ചോദിക്കുന്നത്. മീൻസ് എനിക്ക് തന്നെ അറിയാം, എനിക്ക് തന്നെ ഒരുപാട് മീൻസ് നേരത്തെ ഇങ്ങനെ ഉണ്ടായിട്ടുള്ളതാണ്, മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് എനിക്ക് തന്നെ അറിയാം. പക്ഷെ അതൊക്കെ ഒരു റീസൺ ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല ഇതില്. അത് എനിക്ക് മനസ്സിലായില്ല. അത് അപ്പൊ നമ്മൾ കണ്ടന്റ്സ് ഇടുന്നതൊക്കെ അവരെ മറ്റേ ഡീപ്പായിട്ട് ഹേർട്ട് ചെയ്യും, ഡീപ്പായിട്ട് അഫക്ട് ചെയ്യും. അതുകൊണ്ട് അവർക്ക് അത് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ അത് നമുക്ക് ഒരു ഗ്യാങ് സിറ്റിയിൽ കളിക്കണ്ടെന്ന് പറയാൻ അതൊരു റീസൺ ആക്കണ എങ്ങനെ റീസൺ ആക്കാൻ പറ്റുമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതെ ഏതാണത്? എന്തായാലും ഇനിയിപ്പോ ഉള്ള ഫ്യൂച്ചർ തീരുമാനങ്ങളൊന്നും ഇതിലെടുത്തിട്ടില്ല. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം. ഇനി ഏതെങ്കിലും ഒരു പ്രോപ്പർ ഒരു സെർവർ നമ്മള് സെറ്റ് ആകണം. വരണം കേട്ടാ. ഇടയ്ക്കങ്ങോട്ട് ഇറങ്ങാം. എന്താണേലും വരും. അപ്പൊ എന്നാ പിന്നെ നമ്മള് അങ്ങോട്ട് ഇറങ്ങട്ടെ. കണ്ടതിൽ സന്തോഷം ചെയ്തു. എല്ലാവരുടെ മാസത്തിൽ എല്ലാവരുടെ ബൈ ബൈ. നമുക്ക് സ്കെച്ച് എല്ലായിടത്തും ബൈ ബൈ. പോയിട്ട് വരാം കേട്ടോ. പോയിട്ട് വരാം. നമ്മളൊക്കെ വീട്ടിൽ കാണാറുള്ളവരാ, അങ്ങനെ ബൈ പറയാറില്ല. പിന്നല്ല അത്രേ ഉള്ളൂ. അതൊക്കെ അത്രേ ഉള്ളൂ. പോയിട്ട് വരാം.